അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. അത് ഈ ഹദീസുകൾ എന്ന് പറയുന്നത് ഓരോ സാഹചര്യത്തിന് അനുസരിച്ച് സമയങ്ങളിലായിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക. ഇപ്പോൾ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ആ വഴിയിൽ പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതൊരു ഹദീസ്, ഇതൊരു ഹദീസാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തിൽപ്പെട്ട ഒരാളും നടന്നു പോവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ അധികം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തആലയാണ്. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ട് പോവുകയാണ്, ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോവുകയാണെങ്കിൽ അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോൾ ഒരാളിൽ നിന്നുണ്ടായ ഒരു പ്രവൃത്തിയെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവൃത്തി തിരുത്തി കൊടുത്തു. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുകയാണ്, അവിടുന്ന് കേൾക്കും. അങ്ങനെയാണ് അപ്പോൾ അവരത് റിപ്പോർട്ട് ചെയ്യും. അത് അങ്ങനെയാണ് ആ ഹദീസ് എന്നുള്ളത്. അത് നബി തങ്ങൾ പറയുന്നതായി കേൾക്കുകയാണ്. ഇപ്പോൾ മഹാനായ ബുഖാരി ഇമാമും മറ്റുള്ള ഇമാമുമാരെല്ലാവരും തന്നെ, മുസ്ലിം ഇമാമായാലും ആരായാലും ഏത് ഇമാമുമാരായാലും അവരെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ കേൾക്കുകയാണ്. അതായത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഒരു സ്വഹാബി കേട്ടിട്ടുണ്ട്, ആ സ്വഹാബി പറഞ്ഞതായിട്ട് ഒരു താബിഈ കേട്ടിട്ടുണ്ട്, ആ താബി പറഞ്ഞ താബി കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ പരമ്പര നോക്കും, ആ പരമ്പരയിൽ നിന്ന് നോക്കും. അപ്പോൾ അവർ പറഞ്ഞത് സത്യമാണോ, അപ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലം നോക്കും, അയാളുടെ സ്വഭാവം നോക്കും. ഉദാഹരണം ബുഖാരി ഇമാം ഇപ്പോൾ അയാളുടെ സ്വഭാവം നോക്കും, അയാൾ വിശ്വാസയോഗ്യയാണോ, അയാൾ കളവ് പറയുന്ന ആളാണോ, അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തൊക്കെ പാലിച്ച് ജീവിക്കുന്ന ഒരാളാണോ. നബി തങ്ങളുടെ ഹദീസ് ഒരാൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അയാൾ അത് മാത്രം ജീവിക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അയാൾക്കതെല്ലാം ആ രീതിയിൽ അറിയോ, അതെല്ലാം ബുഖാരി ഇമാമും മാത്രമല്ല, എല്ലാ മുസ്ലിം ആയാലും ഏത് ഇമാമായാലും അവരത് സൂക്ഷിച്ചു നോക്കും. ഒരിക്കൽ പറയുന്നുണ്ട്, ബുഖാരി ഇമാം ഒരു ഹദീസ് ഒരാളുടെ കയ്യിൽ ഉണ്ട്, അയാളത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബുഖാരി ഇമാം അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ തേടി യാത്ര തിരിക്കുകയുണ്ടായി. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് അയാളെ തേടിയിട്ട് ബുഖാരി ഇമാം എന്ത് ചെയ്യുന്നത്, ആ നാട്ടിലെത്തുന്നത്. അങ്ങനെ ബുഖാരി ഇമാം ആ നാട്ടിലെത്തുമ്പോൾ അദ്ദേഹം അദ്ദേഹം ബുഖാരി ഇമാം അവിടുത്തെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്തു, കുറച്ച് നടന്ന് അയാളുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അയാളിൽ നിന്നൊരു പ്രവൃത്തി കണ്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെതിരായിരുന്നു അയാളാ ചെയ്തത്. അപ്പോൾ തിരിച്ച് ബുഖാരി ഇമാം പോവുകയുണ്ടായത്. അപ്പോൾ പറയുന്നുണ്ട് എന്ത്, അയാളിൽ നിന്നുണ്ടായ പ്രവൃത്തി അത് തന്നെ ശരിയല്ല, സുന്നത്തിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ നിന്ന് അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് തന്നെ മഹാനവറുകൾ എന്ത് ചെയ്തു, അത് ഹദീസ് സ്വീകരിക്കാതെ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ കുടുംബ പശ്ചാത്തലം അയാൾ അങ്ങനത്തെ സ്വഭാവക്കാരനായിരുന്നു എന്നിവരെ നോക്കിയ അടിസ്ഥാനത്തിലാണ് ആ ഹദീസ് ലൊയീഫാണോ അതൊക്കെ സ്വീകാര്യമായതാണോ. ലൊയീഫായതെന്ന് വെച്ചാൽ അയാൾ ചിലപ്പോൾ റാവി എന്ത് ചെയ്തേക്കാനും ലൊയീഫായിക്കാനും ഹദീസ് അങ്ങനെ ഉണ്ടെങ്കിലും ആ റാവി ലൊയീഫായതിൻ്റെ പേരിൽ ചിലപ്പോൾ ഹദീസ് ലൊയീഫാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആ ചില സന്ദർഭങ്ങളനുസരിച്ചാണ് നമ്മൾ ആ ഒരു ഹദീസുകളുടെ അതിൽ ബുഖാരി ഇമാമിൻ്റെത് ഒരു ലൊയീഫായ ഒരു ഹദീസുമില്ല. അവിടെ നിന്നെല്ലാം നല്ല കൃത്യമായിട്ടാണ് ഓരോ ഹദീസുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, അവിടുന്ന് ഓരോ ഹദീസുകൾ എഴുതുമ്പോൾ തന്നെ 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ സമ്മതം ചോദിച്ച് ചന്ദ്രൻ്റെ നിലാവെളിച്ചത്തിൽ ഇരുന്ന് എഴുതി 60 കൊല്ലം, ഏകദേശം 60 കൊല്ലത്തോളം എടുത്ത് എഴുതി ഉണ്ടാക്കിയതാണ് ആ ബുഖാരി എന്നുള്ള കിതാബ്. അത്രയ്ക്ക് ത്യാഗം അനുഭവിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ആ കിതാബ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. അവർക്കൊക്കെ അവർ സ്വർഗത്തിൽ പോകുമ്പോൾ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ബുഖാരി ഇമാം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഈ കിതാബ് കാണിച്ചു കൊടുത്ത് പറയും, ഞാനിതാ ഇങ്ങനെ ഇത്രയും ഹദീസുകൾ എഴുതിയിട്ടുണ്ട്, ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതെന്ന് പറയാം. അവർക്കത് പറയാനുണ്ട്, നമുക്കതുപോലെ എന്താ പറയാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ച് ജീവിക്കുക, അതല്ല സുന്നി എന്ന് പറഞ്ഞാൽ എന്താ? നബി തങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുക, അവനാണ് സുന്നി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.